ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പുറമേ ആ ഒരു വ്യക്തിയെ പലതും വേണ്ട, നിന്നെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പേഴ്സൻ്റെ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം. ഈ ഒരു പേഴ്സൺ വെയിറ്റിങ്ങിൽ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇനി എൻ്റെ അടുത്ത് വരരുത്, എൻ്റെ അടുത്ത് മിണ്ടരുത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പഴയ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു പേഴ്സൺ അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് പുറകെ വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ കാണുന്നത്. കാരണം പക്ഷെ നിങ്ങൾ ഇനി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ പോലെ അങ്ങോട്ട് കെഞ്ചി പോണതൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരിക്കണം. മേ ബി അധികം പോയിട്ടുണ്ടെങ്കിലും ആൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ നിങ്ങൾ അവിടെ എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആൾക്ക്. നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണമെന്ന് ആൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ എന്ന് ആൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾക്കൊട്ടും അറിയേയില്ല, ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും വന്നതുമില്ല. ആ ഒരു പേഴ്സണും ഇടയ്ക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊന്ന് വിളിച്ചാലോ മിണ്ടിയാലോ എന്നൊക്കെ ആളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ നെക്സ്റ്റ് ഡേ മുതൽ അദ്ദേഹം വളരെയധികം സാഡ്നെസ്സിലാണെന്നാണ് കാണിക്കുന്നത്. എന്തോ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് എന്തോ കാര്യം നഷ്ടപ്പെട്ടു, എൻ്റെ ലൈഫ് തന്നെ ഒരു നഷ്ടബോധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട്. കിങ് ഓഫ് വാൺസ് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? കിങ് ഓഫ് വാൺസ് ഉണ്ട്, ക്വീൻ ഓഫ് പെൻഡിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് പെൻഡിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ഇവിടെ ലോസ്, അതായത് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പെയിൻ ഒരുപാട് റിലീസ് ചെയ്യാനായിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട് പല രീതികളിലൂടെയും. പക്ഷേ ഞാൻ പറയട്ടെ, ഇതിലെന്തായാലും പെയിൻ റിലീസായിട്ട് നിങ്ങൾക്ക് ആയിട്ട് യൂണിവേഴ്സ് ഒരു കാര്യത്തെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്നുള്ളതുണ്ട്. നിങ്ങൾ ഇനിയും ചേരേണ്ടവരാണ്. പക്ഷേ നിങ്ങൾക്ക് ചേരാനാവാത്ത ടൈപ്പ് ഓഫ് ഒരു ബ്ലോക്കേജ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് എനിക്ക് കാണുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് ഡെവിൾ ആൻഡ് ഡെത്ത് കാർഡ്. കൺഫർമേഷൻ കാർഡാണ്. നിങ്ങളിൽ ആരോ ഒരാൾക്ക് ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു സെപ്പറേഷൻ, ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവേണ്ടതായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ വരേണ്ടതായിരുന്നില്ല. അത് എന്തോ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയിൽ വന്നിട്ടുള്ളതായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഇത് ബ്ലാക്ക് മാജിക് വന്നത്? ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കാനല്ല, ഒരാൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ വേണ്ടിയിട്ട് വേറൊരു ഉദ്ദേശത്തോടു കൂടി ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീടിൻ്റെ ഇതിൽ ഒരു പ്രഭാവത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എല്ലാത്തിലും ബ്ലോക്കേജ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വളരെയധികം ബ്ലോക്കേജ്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന എവിടെയാണോ അവിടെ ബ്ലോക്കേജുകൾ വരിക, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, ഒരുപാട് മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കം, സ്ട്രെസ്സ്, ഡിപ്രഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോവുക എന്നതാണ് ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള എനർജിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലുമൊക്കെ വരിക, ആൻഡ് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുകൾ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്കും എനർജി കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് മാത്രമാണല്ലോ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ മുതിർന്ന ഒരാളായിരിക്കില്ല, എനിക്ക് മാത്രമാണല്ലോ, ബാക്കി എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വേറെ ആർക്കും ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ എനർജി ആ ഒരു വീട്ടിലേക്ക് എനർജി വരുമ്പോൾ ആരിലാണ് എനർജി ലോ ആയിട്ട് നിൽക്കുന്നത് അവരിലായിരിക്കും പെട്ടെന്ന് ഈ കാര്യത്തെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓറ പവർ അവിടെ എനർജി വൈസ് കുറവാണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും എല്ലാ കാര്യത്തിലും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ജോബിന് പോവുകയാണെങ്കിൽ ജോബ് ഉപേക്ഷിച്ചിട്ട് വരേണ്ട ആവശ്യം, ആ അവസ്ഥ, പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ജോബിൽ തന്നെ പ്രശ്നങ്ങൾ,
ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ജോബ് ചെയ്യുന്ന ഒരു സറൗണ്ടിങ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരിക, അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളുടെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് മൂവ് ഓൺ ആയോ എന്നതായിരുന്നു നമ്മൾ നോക്കിയത്. പക്ഷേ ഓഫ് കോഴ്സ് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതന്നെയാണ് നമുക്കിവിടെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് യൂണിവേഴ്സായിട്ട് നമുക്ക് കാണിച്ചു തന്നു ഇങ്ങനൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്, അതിനുള്ള കരുതലുകൾ നിങ്ങൾ എടുത്തുകൊള്ളാം. അപ്പോൾ നമ്മൾ നോക്കിയത് ഈ ഒരു പേഴ്സൺ വെയിറ്റിങ്ങിലാണോ എന്നാണ്. അതെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിങ്ങിലാണ്. പക്ഷെ ആ ഒരു പേഴ്സൺ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, ആ ഒരു കാര്യം നിങ്ങളിൽ നിന്നും കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ അവരെ വിളിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ മെസ്സേജിങ്ങിൽ അയക്കണം എന്ന് ആൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും. കുറേ പേരൊക്കെ നിങ്ങൾ ആ ഒരു പേഴ്സണെ വിളിക്കലും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യലൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ഒതുങ്ങി മാറിയിട്ടുണ്ടായിരിക്കും. അത് ആ ഒരു പേഴ്സണിൽ ഒരുപാട് പേടി ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഈശ്വര, ആൾ പോയോ, അല്ലെങ്കിൽ അവൾ വരില്ലേ, ഞാൻ ചെയ്തത് മണ്ടത്തരായോ, അപ്പം തന്നെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും കിങ് ഓഫ് വാൺസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു പേഴ്സൺ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനർജറ്റിക്കലി വെയിറ്റിംഗ് ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്. റിയൂണിയൻ ഉണ്ടാകും, പക്ഷേ ഇത്തരത്തിലുള്ളൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നാണ് കാണിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ റിയൂണിയൻ ഉണ്ടായാൽ പോലും അഗെയിൻ നിങ്ങൾ വീണ്ടും ഒരു പരസ്പര ബുദ്ധിമുട്ടിൽ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും പോവുകയും, അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം നന്നായിട്ട് രണ്ടാമത്തെ ദിവസം വീണ്ടും നിങ്ങൾ പിരിയേണ്ട ഒരു അവസ്ഥയിലേക്കും കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നീട് അതിൽ ഒരുപാട് കല്ലുകടിയിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ എന്തായാലും നിങ്ങളാണെങ്കിൽ ആ ഒരു പേഴ്സൺ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു, ഇനി ഇതിലൊരു തുടക്കം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളിലാണ് നിങ്ങളിപ്പോൾ. ഇനി ഒരു റിയൂണിയൻ ഉണ്ടാകുമോ, ഇനി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുമോ, എന്തെങ്കിലും നമ്മൾ തമ്മിൽ കാണുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് തമ്മിലൊരു റിയൂണിയൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും യൂണിവേഴ്സ് പ്ലാനിലുണ്ട്. ഇവിടെ ഈ ഓഫ് സോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്ലാനുകൾ, ഐഡിയാസ് ഉണ്ട്, പ്ലാനുകളുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ട് അതിലൊരു വിക്ടറി ഉണ്ടാകുന്നുണ്ട്, സക്സസ് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കണ്ടോ, കമ്മ്യൂണിക്കേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ആൻഡ് പല റിയലൈസിങ് ദ ട്രൂത്ത്, സത്യാവസ്ഥകൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. പക്ഷേ ഈ ഒരു എനർജി വന്നിട്ട് ബ്ലോക്കേജ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.